ഇസ്ലാമിക വിശേഷ ദിവസങ്ങളിൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ വരുന്നത് ഈ പിറ നോക്കിയാണല്ലോ. അതുകൊണ്ട് ഇസ്ലാമിക വിശേഷ ദിവസങ്ങൾ മാത്രമാണ് ഈ പിറ കാണുന്നത് എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഹൈന്ദവ വിശേഷ ദിവസങ്ങളിലും ക്രൈസ്തവ വിശേഷ ദിവസങ്ങളിലുമൊക്കെ പിറ കാണുന്നുണ്ട്. പേരിലാണ് ഈ നമുക്ക് സംശയം ഉണ്ടാവുന്നത്. കാരണം പിറ എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനാണ്. പണ്ട് ഈ ആകാശഗോളങ്ങളെ നോക്കിയാണ് കാലഗണന നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും പിന്തുടരുന്നത്. ഈ പ്രാചീന കാലം മുതൽ. അന്ന് കലണ്ടറും മറ്റ് ക്ലോക്ക് ഒന്നുമില്ല. ഈ വിജയദശമി ഹൈന്ദവരുടേതായിട്ടുള്ള വിശേഷ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. വിജയദശമി. ഈ വിജയദശമി എന്ന് പറഞ്ഞാൽ എന്താണ്? ദശമി എന്ന് വെച്ചാൽ 10. അതായത് ഈ കർത്തവാവ് കഴിഞ്ഞ് പൂർണ്ണചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഉണ്ട്. പ്രഥമ ഇങ്ങനെ തുടങ്ങി അത് 10ാമത് ദിവസമാണ് ഈ ദശമി എന്ന് പറയുന്നത്. അന്നാണ് ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതൊക്കെ. ഹൈന്ദവരുടെ വിശ്വാസം. ഇന്ന് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്ടമി രോഹിണി അഷ്ടമത്തിലെത്തുമ്പോഴാണ്, അതായത് ചന്ദ്രൻ ഈ കർത്തവാവ് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ദിവസവും കടന്ന് വലുതായി ഈ അഷ്ടമിയിൽ എത്തുമ്പോൾ 8ാമത്തെ ദിവസം എത്തുമ്പോഴാണ് അഷ്ടമി രോഹിണി. അവിടെ രോഹിണി എന്ന നക്ഷത്രം കൂടി വരുന്നതേ ഉള്ളൂ. ബേസിക്കലി ചന്ദ്രൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈസ്റ്ററും ക്രൈസ്തവരുടെ അതിനും സംഭവിക്കുന്നത് എന്താണ്? ഈ മാർച്ച് മാസം കഴിഞ്ഞ് വരുന്ന വെളുത്തവാവ്, ആ വെളുത്തവാവിൻ്റെ അടുത്ത ഞായറാഴ്ചയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രാചീന കാലത്ത് ഇതെല്ലാം ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത.